ആന്റണി പെരുമ്പാവൂർ പറയുന്നത് സുരേഷ് കുമാർ മറ്റ് നിർമ്മാതാക്കളുടെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിക്ക് സംഘടനയെ പറയാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് തെറ്റായ നടപടിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ഒരു വിഷമം ബിപി ഈവൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ലാലേട്ടനായിക്കോട്ടെ, സുരേഷ് ഏട്ടനായിക്കോട്ടെ, ആന്റണി ചേട്ടനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു കാര്യം വന്നു, പക്ഷെ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു, വേറൊരാൾ ഒരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു. എങ്ങനെ? അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ. കാരണം അതിൻ്റെ അകത്ത് ഒരു മെമ്പർ കാട്ടി, ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷനില് അല്ല ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ്, ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു തുടങ്ങുന്നത് സമര പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞു, മറ്റ് സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണെന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ കൂടി പങ്കെടുത്ത യോഗത്തിന് ശേഷം അല്ലെങ്കിൽ സമര പ്രഖ്യാപനം നടത്തുന്നത് ഈ സമരം അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു സമരം എന്ന് പറയുന്നത് നാളെ മുതൽ എന്ന് പറയുവാണെങ്കിൽ ഓക്കെയാണ്, അതാണ് ഒരു സമരം. ഒരു ജൂൺ മുതൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്രയോ ചർച്ചകൾ നടക്കും. പറഞ്ഞു മനസ്സിലായി? നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമരം നടക്കുമല്ലോ. നമ്മൾ ചർച്ചകൾ അതിന്റെ ഇടയ്ക്ക് നടക്കൂലേ? എല്ലാ സംഘടനകളുമായിട്ട് മീറ്റ് ചെയ്യത്തില്ലേ? അമ്മയായിട്ടോ FK ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അനുബന്ധപ്പെട്ട സംഘടനകളുമായിട്ട് നമ്മൾ ചർച്ച തീർച്ചയായിട്ടും നടത്തും. തീർച്ചയായിട്ടും നടത്തി കഴിഞ്ഞിട്ട് സമരം വെക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കൊരു 40 തിയേറ്ററുകളുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ 750 തിയേറ്ററുകളോ ഉണ്ട്, സ്ക്രീനുകളോളം ഉണ്ട്. ഇതെല്ലാം അടച്ചിട്ടിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒരു സമരത്തിന് അഗനിസ്റ്റാണ്. പറഞ്ഞു മനസ്സിലാവും? പക്ഷെ ഒരു സംഘടന എന്ന് പറയുമ്പം അത് പറഞ്ഞു പോവും. അല്ലെങ്കിൽ എന്താ സമരം ആണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ? ഞാനുൾപ്പെടെ ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്ന് നിന്ന് വളർന്ന ഒരാളാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം വേണം. അപ്പൊ ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. ഇപ്പൊ സർക്കാർ പറയാറില്ലേ, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാറില്ല, ഞങ്ങൾ ഇങ്ങനെ സമരം വെക്കുന്നു, ഇന്ന രീതി ഹർത്താൽ ഉണ്ടാവുന്നു. ആ പറയുന്നതിന് മുമ്പ് തന്നെ അത് പ്രശ്നം പരിഹരിക്കത്തില്ലേ? അപ്പൊ അല്ലല്ല പ്രശ്നം, ഒരു മിനിറ്റ്, അങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഒരു ഡേറ്റിൽ ഒരു സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ചിലപ്പോൾ സമരത്തിലേക്ക് പോവാം, അങ്ങനെയാണ്. അല്ല അതാണ് അല്ലല്ല ഇപ്പൊ വാക്കുകൾ ഇപ്പൊ ആർക്കും വന്നിട്ട് ഇപ്പൊ ഇവൻ ചെറുതായിട്ട് തെറ്റിപ്പോവാലോ. പറഞ്ഞു മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ജൂൺ 1 തീയതി മുതൽ സമരം നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു സമരം ഒരു തീയതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം എന്ന് പറയുന്നു. ആന്റണി പെരുമ്പാവൂർ പോസ്റ്റിലെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യുന്ന അതാണ്, സമര പ്രഖ്യാപനം എന്തിനായിരുന്നു? അല്ല എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റണി ചേട്ടൻ അവിടെ വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരാൾ വരാത്ത ഒരാൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാവരോടും അത് വിളിച്ച് ചോദിച്ച്, അങ്ങനെയാണല്ലോ. ഞാന് അല്ല ഒരാൾ ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.